മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. കുസൃതി വിടർന്ന മിഴിക്കോടുകളിൽ കൗതുകലോകം വരവായി. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. സമത്വമുണരും സ്വതന്ത്രഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ. സമത്വമുണരും സ്വതന്ത്രഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും ശിശുക്കളെ ആശീർവദിക്കുന്നു. അവൻ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ശിശുക്കളെ അവന്റെ അടുത്ത് അവർ കൊണ്ടുവന്നു. അവന്റെ ശിഷ്യന്മാർ ഇത് കണ്ടപ്പോൾ അവരെ ശകാരിച്ചു. എന്നാൽ യേശു അവരെ തന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ശിശുക്കൾ എന്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്നാൽ ദൈവരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. ദൈവവചനമാണ് നാം ശ്രമിച്ചത്. Let's kick off this event with energy and excitement. I invite the sizzling stars of our family for the welcome dance. Jana
this occasion, I am here to welcome honored all who are present here. First, I would like to welcome our local manager, Reverend Sister Sophie Maria DM. She is very experienced in her profession. We are expecting your guidance and blessing in our each and every activities. Sister, I warmly welcome to this gathering. Next, I would like to welcome our beloved headmistress, the backbone of our school, our leader, Reverend Sister Misty Martin. Her motherly affection and guidance is the secret of our success. I warmly welcome you to this auspicious occasion, sister. Next, I would like to welcome Reverend Sister Sandy Teresa DM. She is always with us in all our school activities with wholehearted support. Sister, I warmly welcome to this function. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് സന്തോഷത്തോടുകൂടി മാതാപിതാക്കന്മാരുടെ കൈപിടിച്ച് കുഞ്ഞുമക്കളെല്ലാവരും ഈ ഓഡിറ്റോറിയത്തിൽ വന്നിരിക്കുകയാണല്ലോ. നിങ്ങൾക്ക് ആദ്യമായി ഈ വർഷത്തിൻ്റെതായ എല്ലാ മംഗളങ്ങളും ഭാവങ്ങളും സന്തോഷത്തോടെ ചെയ്യുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നിങ്ങൾ എത്രമാത്രം ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. എത്രമാത്രം ആകാംക്ഷ ഓരോ നിമിഷവും ഈ കുഞ്ഞുങ്ങളിൽ നിങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഇവർ വളർന്നു വരണം, ഇവരുടെ ഭാവി എന്തായി തീരണം എന്നൊക്കെ ഒരു ലക്ഷ്യമുണ്ട് നിങ്ങൾക്ക്. ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ കഠിനാധ്വാനം ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ് കഠിനാധ്വാനം നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവരുടെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ മാനസികവും ശാരീരികവുമായ എല്ലാ വളർച്ചയും മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ അവർക്ക് വേണ്ടി അധ്വാനിക്കാൻ. എനിക്കറിയാം, ധാരാളം ജോലികൾ അമ്മമാർക്കും അച്ഛന്മാർക്കും ഉണ്ട്. ആ ജോലി തിരക്കിനിടയ്ക്കാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ ആ ജോലി തിരക്കിനിടയിലും നമ്മുടെ കുഞ്ഞുങ്ങളോട് കൂടി ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ചെലവഴിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് നമ്മൾ കരുതണം. നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വസ്ത്രം നല്ലപോലെ അലക്കി തേച്ച് എല്ലാം കൊടുക്കുന്നുണ്ട്, ബാഗ് കഴുകി കൊടുക്കുന്നുണ്ട്, എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ കുഞ്ഞു കുഞ്ഞു വിഷമങ്ങൾ, കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ, അവരുടെ കുഞ്ഞു കുഞ്ഞു ആകുലതകൾ, എല്ലാം അവരുടെ ആഗ്രഹങ്ങൾ എല്ലാം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ അവരെ നമുക്ക് മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കും. കാരണം ഇന്ന് കുഞ്ഞുങ്ങൾ ഒരു പരിധി വരെ നമുക്ക് ഈ 4ാം ക്ലാസ് വരെ അല്ലെങ്കിൽ ഹൈസ്കൂൾ വരെ നമ്മുടെ കയ്യിലേക്ക് പോകും. അത് കഴിയുമ്പോൾ നമ്മുടെ കൈകളിൽ നിന്ന് കുഞ്ഞുങ്ങൾ അകന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ +2 ആയി, ഡിഗ്രി ആയി, മറ്റു പല കോഴ്സുകളായി എല്ലാം പോകണം. അന്നേരം അതിനുള്ള അടിസ്ഥാനം ഇപ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കണം. ഓരോ ചെറിയ മൂല്യങ്ങൾ, ആ മൂല്യങ്ങളെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ത്യാഗം ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സഹിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുന്നത്, നന്മ ചെയ്യുന്നത് എന്നെല്ലാം നിങ്ങളാണ് ആദ്യം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്.
മാതാപിതാക്കളെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഏറ്റവും സ്നേഹിത അധ്യാപകരെ, കുഞ്ഞുമക്കളെ, എല്ലാവരും നല്ല സന്തോഷത്തോടും കൂടിയായിരിക്കുന്നത്. പണ്ടൊക്കെ നമുക്കറിയാം, സ്കൂളൊക്കെ തുറന്നു വരുമ്പോൾ കരയുന്ന കുഞ്ഞുങ്ങൾ, അതോടൊപ്പം കരയുന്ന മാതാപിതാക്കളൊക്കെ ഉണ്ട്. അതൊക്കെ പോയി പുതിയ യുഗത്തിലേക്ക് വന്നപ്പോൾ കരച്ചിലില്ല, ബഹളമില്ല. അവരെല്ലാം എന്താണ് പക്വതയാർന്ന കുഞ്ഞുങ്ങളായിരിക്കുകയാണ്. ലോകമൊക്കെ മാറി. അങ്ങനെ 2 മാസത്തെ അവധിക്കാലം കഴിഞ്ഞ് ഏറ്റവും സന്തോഷത്തോടു കൂടി അടുത്ത ക്ലാസ്സിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ കുഞ്ഞുങ്ങളെ മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, ഏകദേശം 200 കുട്ടികൾ 6 ഡിവിഷനുകളായിട്ടാണ് ഈ വർഷം നമുക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലുള്ളത്. പുതിയ കുട്ടികൾ 10 കുട്ടികളുണ്ട്. പുതിയ അന്തരീക്ഷമായിരിക്കാം. അത് ഒരു ദിവസം മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ. നാളെ മുതൽ അവർ പഴയതുപോലെ തന്നെയായിരിക്കും. ഏറ്റവും സ്നേഹിത മാതാപിതാക്കൾ എനിക്ക് പറയാനുള്ളത്, സിസ്റ്റർ പറഞ്ഞ പോലെ സിസ്റ്റർ നല്ല ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതോട് ചേർത്ത് വെച്ച് 1-2 കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങളെ കുഞ്ഞുങ്ങളെ ഒരു മനസ്സുകൊണ്ട് ഒത്തിരി ചിന്തിച്ച് ആലോചിച്ചാണ് നമ്മളെ ഈ സ്ഥാപനത്തിലേക്ക് പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമുക്കുള്ള പല സ്കൂളുകളും, നിങ്ങളുടെ അടുത്തുള്ള സ്കൂളുകളും ദൂരെയുള്ള സ്കൂളുകളൊക്കെ ഉണ്ടാവും. എങ്കിലും അച്ഛനും അമ്മയും അമ്മൂമ്മയും അപ്പൂപ്പനും എല്ലാം കൂടി ആലോചിച്ച് കുഞ്ഞിനെ എവിടെ വിടണമെന്നുള്ള ഒത്തിരി ചിന്തയോട് കൂടി അവസാനം തിരഞ്ഞെടുത്ത സ്ഥലമായിരിക്കാം, അല്ലെങ്കിൽ ആദ്യം തിരഞ്ഞെടുത്ത സ്ഥലമായിരിക്കാം നമ്മുടെ ഈ സ്ഥാപനം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവിടെ ഞങ്ങളുടെ കഴിഞ്ഞ സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കുന്നത്. നിങ്ങളെ ഏൽപ്പിക്കുന്നതിന് ഓർത്ത് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച്, ഞാൻ നമ്മൾ തന്നെ എന്ന് പറയുന്നില്ല, പ്രിയപ്പെട്ട അധ്യാപകരും പ്രിയപ്പെട്ട മാതാപിതാക്കളും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളും നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് നമുക്ക് ഈ പുതിയ വർഷത്തില് ഈ 25-26 വർഷത്തില് ഒരുമിച്ച് പ്രവർത്തിക്കാം. ആദ്യമേ നിലവിലെയാണ് കുറച്ച് കുറവുകളൊക്കെ ഉണ്ടാകാം. നിങ്ങൾ വരുമ്പോഴും പോകുമ്പോഴും സ്കൂൾ ബസ്സിന്റെ കാര്യം, നോട്ടിന്റെ കാര്യം, നമ്മൾ ഒത്തിരി ടെൻഷനുള്ള മാതാപിതാക്കളുണ്ടാവും. ഒരു ടെൻഷനും വേണ്ട. ഒത്തിരി ടെൻഷൻ വരുമ്പോൾ നിങ്ങളുടെ ടെൻഷൻ കുഞ്ഞുങ്ങളിലേക്ക് വരും, കുഞ്ഞുങ്ങളുടെ ടെൻഷൻ ടീച്ചേഴ്സിലേക്ക് വരും. അങ്ങനെ ആകെ നിങ്ങളൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. നമ്മുടെ ക്ലാസിക് ഗ്രൂപ്പൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കുള്ള എല്ലാ അറിയിപ്പുകളും ഈ ദിവസങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചൊന്ന് വായിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ മെസ്സേജ് ഇടുമ്പോൾ രാവിലെ പല പേരൻസ് കണ്ടിട്ടില്ല. അപ്പോൾ കൃത്യം അത് നോക്കണം. എല്ലാ ദിവസവും ഈവനിങ് എന്താണ് ഇവിടെ പഠിപ്പിച്ചതെന്നും ഏതൊക്കെ വിഷയമുള്ള കാര്യങ്ങൾ എല്ലാം കറക്റ്റായിട്ട് ബോർഡിൽ എഴുതിയിട്ട് പഠിപ്പിച്ച കാര്യം നമ്മൾ ഫോട്ടോ എഴുതാനായിട്ട്
Thank you.
മാവിന്റെ തോടിലും നേറും മാറിലും നാടുവാൻ നേരമില്ല. തുമ്പിയെ കൊണ്ടൊരു കല്ലെടുപ്പിക്കുക, തുമ്പപ്പൂന്നു പറിച്ചിടുവാൻ. നാലുകാൽ കെട്ടി തട്ടി വെച്ചിടുവാൻ നേരമില്ല. എല്ലേ മരത്തിലേക്കാനെന്നറിയുവാൻ കല്ലെടുത്താലമ്മ കണ്ണുരുട്ട. ഊഞ്ഞാലിലെത്താൻ തുടങ്ങിയാലമ്മ തുടയിലടിക്കുവാനോടിയെത്തും. ഒരു തുള്ളി പുതുമഴ എങ്ങാലും കൊണ്ടു ഒരുപാട് ചിട്ട പറയുമച്ഛൻ. അപ്പൂപ്പൻ താടിയോടൊപ്പം നടക്കുകയും അപ്പൂപ്പൻ പോലും വഴക്കിടുന്നു. മണ്ണപ്പൻ ചുറ്റും കളിക്കുവാൻ പാടില്ല, മണ്ണിനെയും തൊട്ടുകൂടാ. ഒരുപാടുനേരം മധുമൊഴി ചൊല്ലുവാൻ അണ്ണാനോട് ചിരിച്ചിടുവാൻ. പുഞ്ചിരി കണ്ടൊരു സിക്കുവർ നീരോടോടുന്നു എന്തിടുക. പേരാമരത്തിൽ കൊലഞ്ഞു വീഴുക, പെരുവഴിയിലും ചെന്നുകൂടാം. കൂട്ടുകാർക്കും കൂട്ടുകൂടി പൊട്ടിച്ചിരിക്കുവാൻ നേരമില്ല. കണ്ണുരുട്ടി കാട്ടും അമ്മയുണ്ട്, ഈശാവിറപ്പിക്കും അച്ഛനുണ്ട്. ഒച്ച വെച്ചിരുന്ന ചേച്ചിയുണ്ട്, പരം തരും ടീച്ചറുണ്ട്. ഉണ്ണിക്കു നക്ഷത്രം എണ്ണുവാൻ നേരമില്ല. നേരമില്ല ഉണ്ണിക്കു നേരമില്ല. നേരിരിക്കുവാൻ നേരമില്ല. നേരമില്ല ഉണ്ണിക്കു നേരമില്ല. നേരിരിക്കുവാൻ നേരമില്ല. Thank you.